പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്ത് കഞ്ഞിക്കുഴിയിലാണ്. നമ്മുടെ ഒരു കാലത്ത് ഏറ്റവും വലിയ മാർക്കറ്റായിരുന്ന കഞ്ഞിക്കുഴിയിലെ ചന്തയാണ്. നമുക്കിതൊന്ന് കാണാം. ഇത് കഞ്ഞിക്കുഴി മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന ഒരു എൻട്രൻസ് ആണ്. ഈ വഴി നമുക്ക് നേരെ മാർക്കറ്റിലേക്ക് ഇറങ്ങാം. അതോടൊപ്പം തന്നെ കഞ്ഞിക്കുഴി ജംഗ്ഷനിൽ തന്നെ ഒരു വഴിയുണ്ട്. 2 വഴികളാണ് ഈ മാർക്കറ്റിലേക്ക് വരാൻ വേണ്ടിയുള്ളത്. നമുക്ക് ഇവിടുന്ന് വലത്തോട്ട് തിരിയുമ്പം ഈ റോഡിലും മാർക്കറ്റിലേക്ക് ഇറങ്ങാം. ഇതാണ് കോട്ടയത്തെ ഏറ്റവും തിരക്കേറിയ കഞ്ഞിക്കുഴി ജംഗ്ഷന് സമീപമുള്ള മാർക്കറ്റ്. ഇന്ന് ഈ മാർക്കറ്റിൻ്റെ അവസ്ഥ കണ്ട നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും. മുഴുവൻ കാട് പിടിച്ച് ഒരുപാട് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരുപാട് വാഹനങ്ങൾ, ഇതൊക്കെയാണ് ഇന്നിപ്പം ഗ്രൗണ്ടിൻ്റെ അവസ്ഥ. ഇതൊരു കാലത്ത് ഏറ്റവും തിരക്കേറിയ ഒരു ചന്തയായിരുന്നു. നഗരസഭയുടെ അധികാരപരിധിയിലുള്ള ഈ സ്ഥലത്തേക്ക് ആരും തിരിഞ്ഞു നോക്കാറില്ല. നഗരസഭയുടെ വാഹനമാണ് ഈ കിടക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഈ ഗ്രൗണ്ടും. ഏറെക്കുറെ 2 ഏക്കറോളം അടുത്ത് വരുന്ന ഈ സ്ഥലം ഒന്ന് മനോഹരമാക്കി ഇടുകയാണെങ്കിൽ ഈ കഞ്ഞിക്കുഴി ജംഗ്ഷനിലൊക്കെ വരുന്ന ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ അതുപോലെ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡാക്കി മാറ്റുവാനോ എന്തിനേലും ഉപകരിക്കുന്നതാണ്. പക്ഷേ അതിനോടൊന്നും ആർക്കും താല്പര്യമില്ല. ഇതിപ്പോൾ ഒരു മാലിന്യങ്ങളുടെ കൂമ്പാരമായി ഈ പരിസരങ്ങളെല്ലാം മാറിയിരിക്കുകയാണ്. ഇതിനകത്ത് ഒരുപാട് വ്യാപാരികളുണ്ടെങ്കിലും അവരൊക്കെ പരാതി പറഞ്ഞ് മടുത്ത അവസ്ഥയാണ്. ഇത് ഗ്രൗണ്ടിൻ്റെ മറ്റേ അറ്റാണ്. അവിടെ ഉള്ള ഒരു കെട്ടിടമാണ്. ഇത് ജീർണാവസ്ഥയിലാണ്. ഏത് നിമിഷവും ഇടിഞ്ഞ് പൊളിഞ്ഞു വീഴാറാകുന്ന ഏറെക്കുറെ 10-70-80 വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളാണിത്. അതോടൊപ്പം തന്നെ ഈ മാർക്കറ്റിൻ്റെ മുൻവശത്ത് മെയിൻ റോഡിലിരിക്കുന്ന കെട്ടിടത്തിനും ഏറെക്കുറെ ഇതേ വർഷം പഴക്കമുള്ളതാണ്. ഇത് 1973 ഓഗസ്റ്റ് 15-നാണ് അന്നത്തെ മുനിസിപ്പൽ ചെയർമാനായിരുന്ന കുര്യനൂതുപ്പാണ് ഇതിൻ്റെ ഇനാഗ്രേഷൻ നിർവഹിച്ചത്. ഏത് നിമിഷവും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറാകുന്ന കെട്ടിടങ്ങളൊക്കെയാണ് ഈ മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ഐശ്വര്യം. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്കിനാൽ വീർപ്പും മുട്ടുന്ന ഒരു സ്ഥലമാണ് കോട്ടയം കഞ്ഞിക്കുഴി. ഓരോ പ്രാവശ്യത്തിൽ മാറി മാറി വരുന്ന അധികാരികൾ വികസനം ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് അധികാരത്തിൽ വരുന്നവർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ 2 ഏക്കറോളം വരുന്ന വസ്തു ഇങ്ങനെ കാട് പിടിച്ച് നശിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രവണതയാണ് ഇതുപോലെയുള്ള കെട്ടിടങ്ങളെല്ലാം നശിക്കുന്നത്. എന്നാൽ പുതിയത് നിർമ്മിക്കുന്നതിനോടാണ് അധികാരികൾക്ക് എപ്പോഴും താല്പര്യം. കാരണം എന്നാലല്ലേ പൈസ അടിച്ചു മാറ്റാൻ പറ്റുള്ളൂ. നിങ്ങൾക്കറിയാം, കഞ്ഞിക്കുഴിയിലെ ഓരോ ദിവസത്തെ തിരക്ക് വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങളുടെ നീണ്ട നിരയാണ് പല സ്ഥലങ്ങളിലേക്കും. എന്നാൽ ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടി ഇതുവരെ ഒരധികാരികൾ പോലും ശ്രമിക്കുന്നില്ല എന്നുള്ളത് വലിയ കഷ്ടം തന്നെയാണ്. ഈ മാർക്കറ്റിൻ്റെ മുൻവശത്തിരിക്കുന്ന കെട്ടിടത്തിനും ഏറെക്കുറെ 50-60 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടങ്ങളാണ്. അതൊക്കെ പൊളിച്ചു മാറ്റിക്കൊണ്ട് പുറകോട്ട് ഇറക്കി ഇപ്പോൾ ഈ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിൻ്റെ സമീപത്ത് നല്ല മനോഹരമായ ബിൽഡിങ്ങുകൾ പണിയുകയാണെന്നുണ്ടെങ്കിൽ കഞ്ഞിക്കുഴിയിൽ ഏറ്റവും നല്ലൊരു ബസ് സ്റ്റാൻഡിന് അനുയോജ്യമായ സ്ഥലമാണ് ഈ 2 ഏക്കറോളം വരുന്ന സ്ഥലം. പക്ഷേ അതിനൊക്കെ അധികാരികൾക്ക് എവിടെ നേരം? കോട്ടയം നഗരസഭയിൽ നിന്ന് 3 കോടിയായിട്ട് പോയ ആള് ഇപ്പോഴും കാണാൻ മറയത്താണ്. മിക്കവാറും അദ്ദേഹം നഗരസഭയുടെ ഉള്ളിൽ തന്നെ കാണാൻ സാധ്യതയുണ്ട്. ഈ കഞ്ഞിക്കുഴി മാർക്കറ്റിന്റെ ഇന്നത്തെ അവസ്ഥ നിങ്ങൾ കണ്ടു കാണുമല്ലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. Yeah.